ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദി യൂണിറ്റ് 2 ലെസൺ 1 ഗാന്ധിജി കി നമക് കഥ പാർട്ട് 3. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഇസ് ഘടനാവോ ക്രം സേ ലിഖേ. കുറച്ച് സെൻറ്റൻസ് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അത് ഡിസോർഡറിലാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മളത് ഓർഡറാക്കി എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഫസ്റ്റ് സെൻറ്റൻസ്, ഗാന്ധിജി പൈദൽ ദണ്ഡി കെ സമുദ്ര കിനാരെ ചൽപ്പടെ. ഗാന്ധിജി ദണ്ഡി തീരത്തേക്ക് കാൽനടയായി നടന്നു. സെക്കൻഡ്, യാത്രാ കെ ദൗരാൻ ഹസാരോ ലോഗ് ജുട്ടെ ഗയെ. യാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ ചേർന്നു. രാസ്തേ മേ കയി ഗാവ് പടെ. വഴിയിൽ ധാരാളം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. वे सभी लोग रात किसी गांव में काटते और सुबह फिर चल पड़ते. എല്ലാവരും ഒരു ഗ്രാമത്തിൽ രാത്രി കഴിച്ചുകൂട്ടുകയും രാവിലെ വീണ്ടും പുറപ്പെടുകയും ചെയ്യും. സമുദ്ര കെ പാനി സെ നമക് ബനാക്കർ അംഗ്രേസോ കാ കാനൂൻ തോട. കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷ് നിയമം ലംഘിച്ചു. इस प्रकार गांधी जी ने पूरे देश को अंग्रेज़ों से मुक्त होने का रास्ता दिखा दिया. ഇതുവഴി ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമാകാനുള്ള വഴി ഗാന്ധിജി രാജ്യത്തിന് കാണിച്ചു കൊടുത്തു. അടുത്ത ആക്ടിവിറ്റി റപ്പട്ട് ലിഖേ, റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈദൽ ചൽക്കർ ദണ്ഡി പഹുഞ്ചെ. खुद नमक बनाकर अंग्रेज़ों का कानून तोड़ा. इस घटना पर समाचार पत्र के लिए एक रिपोर्ट तैयार करें. അപ്പം എന്താണ്, അഹമ്മദാബാദിൽ നിന്ന് കാൽനടയായാണ് ഗാന്ധിജി ദണ്ഡിയിൽ എത്തിയത്. സ്വയം ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷ് നിയമം ലംഘിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് പത്രത്തിന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, അതെന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം, അതാണ് മുകളിലൊരു കോളത്തിൽ തന്നിട്ടുള്ളത്. ഘടന, ആ സംഭവത്തെക്കുറിച്ച് എഴുതുമ്പോൾ ക്യാ, എന്താണ് ആ സംഭവം എന്ന് എഴുതണം. കബ്, അത് എപ്പോഴാണ് ഉണ്ടായതെന്ന് എഴുതണം. കഹാം, എവിടെയാണ് അത് സംഭവിച്ചത് എന്ന് എഴുതണം. ക്യോം, എന്തുകൊണ്ടാണ് ആ സംഭവം ഉണ്ടായത്. കൈസെ, എങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു റിപ്പോർട്ട് എഴുതുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണണം. നമ്മൾ പത്രത്തിലൊക്കെ ഓരോ റിപ്പോർട്ടും ഡെയിലി കാണുന്നില്ലേ, ഓരോ വാർത്തകൾ, അതൊക്കെയാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ആദ്യം അതിനൊരു ഹെഡിങ് വേണം. അപ്പോൾ ഇതിൽ മഹാത്മാഗാന്ധിനെ നമക് കാനൂൻ തോട. മഹാത്മാഗാന്ധി ഉപ്പ് നിയമം ലംഘിച്ചു, ബ്രേക്ക് ചെയ്തു. എന്നിട്ട് അത് ഡേറ്റ്, സ്ഥലം ഒക്കെ എഴുതണം. ദണ്ഡി 6 अप्रैल 1930. महात्मा गांधी ने 12 मार्च 1930 को अहमदाबाद से दंडी तक की ऐतिहासिक यात्रा शुरू की. മഹാത്മാഗാന്ധി 12 മാർച്ച് 1930 അഹമ്മദാബാദിൽ നിന്നും ദണ്ഡി വരെ കാൽനടയായി പോയിട്ട് ഒരു ഇതിഹാസപരമായ ഒരു യാത്ര തുടങ്ങി. यह यात्रा ब्रिटिश सरकार के विरोध में थी. ഈ യാത്ര ഇംഗ്ലീഷ് ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ളതായിരുന്നു. ജോ ഭാരതീയോ കോ നമക് ബനാനെ സെ രോക്തി തി. അവരാണെങ്കിൽ ഇന്ത്യക്കാരെ ഉപ്പുണ്ടാക്കുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു. ദണ്ഡി കെ സമുദ്ര തടുപ്പർ. ദണ്ഡി സമുദ്ര തീരത്തെത്തിയപ്പോൾ, പഹുഞ്ചത്തേഹി, അവിടെ എത്തിയപ്പോൾ ഗാന്ധിജി സമുദ്ര കെ പാനി സെ, സമുദ്രത്തിലെ വെള്ളമെടുത്ത്, നമക് ബനാക്കർ, ഉപ്പുണ്ടാക്കി, ബ്രിട്ടീഷ് കാനൂൻ കാ ഉല്ലംഘൻ കിയ, ബ്രിട്ടീഷ് നിയമത്തെ ലംഘിച്ചു. ഇസ് കാര്യ അംഗ്രേസോം സെ മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയ. ഈ കാര്യം അംഗ്രേസോം സെ, ബ്രിട്ടീഷുകാരിൽ നിന്നും, മുക്ത് ഹോനെ കാ, എന്താണ്, അവരുടെ പിടിയിൽ നിന്നും നമ്മളെ ഇന്ത്യക്കാർ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള രാസ്ത, ഒരു വഴി, ദിഖാദിയ, നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് എന്നും അംഗ്രേസ് എന്നൊക്കെ പറയുന്നത് ബ്രിട്ടീഷുകാരെയാണ്, ഇംഗ്ലീഷുകാരെയാണ് പറയുന്നത്. ആക്ടിവിറ്റി പ്രൊഫൈൽ തയ്യാർ കരേ ഔർ പ്രദർശനി ചലായി. പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അത് പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വതന്ത്രതാ സേനാനിയോ കെ പരിശ്രമം കി ദേ ഹെ ആസാദി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ
കഠിന അധ്വാനത്തിന് ഞങ്ങൾ സ്വാതന്ത്ര്യം നൽകി. स्वतंत्रता സേനാനിയോ കാ പ്രൊഫൈൽ തയ്യാർ കരേ. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രൊഫൈൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആൽബം ഓർ ഡിജിറ്റൽ ആൽബം ബനായിയെ. ആൽബം അല്ലെങ്കിൽ ഡിജിറ്റൽ ആൽബം സൃഷ്ടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഗാന്ധിജിയുടെ ഒരു പ്രൊഫൈൽ എഴുതിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ എഴുതുമ്പോൾ അതിൽ പിക്ചറും കൂടി ഒട്ടിക്കണം കേട്ടോ. അതുപോലെ വേറെ ഏതൊക്കെ സ്വതന്ത്ര സമര സേനാനികൾ, അതായത് ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ട്, ബാലഗംഗാധര തിലകുണ്ട്, റാണി ലക്ഷ്മിബായി ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആളിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. പിന്നെ അതിൽ നിന്നും അവരെക്കുറിച്ച് എഴുതണം. അവരുടെ പേര്, അവരുടെ ജനന തീയതികൾ, പിന്നെ അവർ നമുക്ക് രാജ്യത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ, ഓരോ സംഭവങ്ങളുടെ അവരുടെ ജീവിതത്തിൽ നടന്നത്, പിന്നെ അവരെന്നാണ് അവരുടെ മരിച്ചത്, അതും കൂടി എഴുതണം. അപ്പോഴാണ് ഒരു പ്രൊഫൈൽ തയ്യാറാക്കാൻ പറ്റുന്നത്. ഞാനിവിടെ മഹാത്മാഗാന്ധിയുടെ എഴുതിയിട്ടുണ്ട്. നാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ജന്മതിഥി और स्थान 2 अक्टूबर 1869, पोरबंदर, गुजरात. प्रमुख योगदान अहिंसा और सत्याग्रह के माध्यम में भारत की स्वतंत्रता के लिए आंदोलन. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അഹിംസയുടെ മാർഗം സ്വീകരിച്ചതാണ് അദ്ദേഹം ചെയ്ത യോഗ്യത. മൃത്യു തീയതി और स्थान 30 जनवरी 1948, നയി ദില്ലി. നമുക്കിതിലെ കഥാകാരനെ കുറിച്ച് നോക്കാം. उदयन वाजपेयी, जन्म 4 जनवरी 1960. उदयन वाजपेयी का जन्म मध्य प्रदेश में हुआ. उन्होंने साहित्य की सभी विधाओं में अपनी लेखनी चलाई. खुद सवार, रेत किनारे का घर, पेड़ और परछाई आदि उनकी प्रमुख रचनाएं हैं. ഉദയൻ വാജ്പേയി 4 ജാനുവരി 1960 ജനിച്ചത്. ഉദയൻ വാജ്പേയി കാ ജന്മ മധ്യപ്രദേശ് മേം ഹുവ. അദ്ദേഹം മധ്യപ്രദേശിലാണ് ജനിച്ചത്. ഉन्होंने സാഹിത്യ की सभी विधाओं में अपनी लेखनी चलाई. അദ്ദേഹം സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലയിലും തൻ്റെ എഴുത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. ഖുദ് സവാർ, രേത്ത് കിനാരെ കാ ഘർ, പേട് ഔർ പർച്ചായി ആദി മുതലായവ അദ്ദേഹത്തിൻ്റെ പ്രമുഖ എഴുത്തുകളാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.